Hi students. So in this session we will discuss the range function. Other related sample questions. Okay. What a range function does, give an example. So range function, it will generate a list of numbers. List എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ ഇറ്റ് വിൽ ജനറേറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ഈസ് ജനറലി യൂസ്ഡ് ടു ഐട്രേറ്റ് ഓവർ വിത്ത് ഫോർ ലൂപ്സ്. ഫോർ ലൂപ്സിൽ നിങ്ങൾ റേഞ്ച് ഫംഗ്ഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ സിൻടാക്സ് മസ്റ്റാണ്. സോ റേഞ്ച് ഫംഗ്ഷനകത്ത് 3 പാരാമീറ്റേഴ്സാണ്: സ്റ്റാർട്ട്, സ്റ്റോപ്പ് ആൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇതിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് രണ്ടും ഓപ്ഷണൽ ഫീൽഡാണ്. ഓക്കെ, സോ മെൻഷൻ ചെയ്യാം, മെൻഷൻ ചെയ്യാതിരിക്കാം. സോ സ്റ്റാർട്ടിംഗ് നമ്പർ ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ സ്റ്റാർട്ടിംഗ് നമ്പർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ദെൻ സ്റ്റോപ്പ്, ഇറ്റ് ജനറേറ്റ് നമ്പേഴ്സ് അപ് ടു ബട്ട് നോട്ട് ഇൻക്ലൂഡിങ് ദിസ് നമ്പർ. സോ റേഞ്ച് ഫംഗ്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് വാല്യൂ എന്താണോ സ്റ്റോപ്പ് വാല്യൂ ഡിസ്പ്ലേ വരുന്നുണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റോപ്പ് വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കൗണ്ട് ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് നമ്പർ ഇൻ ദ സീക്വൻസ്. സോ നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് കൊണ്ട് മെൻഷൻ ചെയ്യണത്. സോ എക്സാമ്പിൾ നോക്കാം. റേഞ്ച് ഫംഗ്ഷൻ. സോ റേഞ്ച് ഫംഗ്ഷൻ നമ്മളറിയാം ഫോർ ലൂപ്പിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് വിൽ ജനറേറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. സോ ഇവിടെ ഈ റേഞ്ച് ഫംഗ്ഷൻ ഫോർ ഐ ഇൻ റേഞ്ച്, അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്താണ്? ഓക്കെ, സോ ഇതിനകത്ത് സ്റ്റോപ്പ് വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട്സ് ഫ്രം 0, 1, 2, 3, 4, 5 എന്നുള്ള വാല്യൂ എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ബൈ ഡിഫോൾട്ട് സ്റ്റെപ്പ് കൗണ്ടിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ സീക്വൻസിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കണം. ഓക്കെ, സോ ഇതിനകത്ത് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ ഫോർ ഐ ഇൻ ദിസ് ലിസ്റ്റ്, ഐ എന്ന് പറയുന്നത് ആദ്യം ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഐയുടെ വാല്യൂയിലേക്ക് ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് അസൈൻ ചെയ്യുക. ഫോർ ഐ ഫസ്റ്റ് വാല്യൂ ഫോർ ഐ ഈക്വൽ ടു 0, പ്രിൻറ്റ് ഐ. സോ 0 പ്രിൻ്റ് ആവും. നെക്സ്റ്റ് ഫോർ ഐ ഇത് പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഐയുടെ വാല്യൂ അടുത്ത എലമെൻറ്റ് എടുക്കുക. ഫോർ ഐയുടെ വാല്യൂ എന്തായിരിക്കും? അടുത്ത 1 ആയിരിക്കും. എഗെയിൻ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യണം. സോ 1, ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് 2, 3, 4 ഇങ്ങനെ പ്രിൻ്റായി വരും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 3,6. സോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 3, സ്റ്റെപ്പ് കൗണ്ട് ഇല്ല. സോ 4, 5, 6 എക്സ്ക്ലൂഡഡ് ആണ്. സോ ഫോർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഐയുടെ വാല്യൂ ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോ വാല്യൂസ് അസൈൻ ചെയ്യും. ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ആവും. സോ ഐയുടെ വാല്യൂ ആദ്യം 3 എടുക്കും. സോ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ഐ ആണ്. സോ 3 ഔട്ട്പുട്ട് ചെയ്യും. നെക്സ്റ്റ് ഐയുടെ വാല്യൂ 4 ആവും. ദെൻ എഗെയിൻ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പ്രിൻ്റ് ഐ. സോ 4 പ്രിൻ്റ് ആവും. നെക്സ്റ്റ് ഐയുടെ വാല്യൂ 5 ആവും. ദെൻ എഗെയിൻ പ്രിൻ്റ് ഐ. സോ 5 എന്നുള്ളത് പ്രിൻ്റ് ആവും. ഓക്കെ, ഇതാണ് സെക്കൻഡ് എക്സാമ്പിൾ. സോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അതിൻ്റെ ഔട്ട്പുട്ട് അടക്കം എഴുതാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച്, ഇതിനകത്ത് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് കൗണ്ട് തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ജനറേറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വിത്ത് സ്റ്റാർട്ട് നമ്പർ 4 ആണ്. ദെൻ ഇൻക്രിമെൻറ്റ് എന്താണ്? ആ സീക്വൻസിൽ ഇൻക്രിമെൻറ്റ് ചെയ്യണത് 2 വെച്ചിട്ടാണ്. സോ 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 വരും. ദെൻ 8 വരും. ദെൻ 10 എക്സ്ക്ലൂഡഡ് ആണ്. സോ ലിസ്റ്റ് ഇത്രയും 3 എലമെൻറ്റ്സുള്ള ലിസ്റ്റാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. സോ നമ്മൾ ഫോർ ഐ ഇൻ ദിസ് റേഞ്ച്, ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഐയുടെ വാല്യൂ ഈ ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റ്സ് എടുത്തിട്ട് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. സോ 4, 6, 8 ആണ് ഇവിടെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം പ്രിൻറ്റ് ഫംഗ്ഷൻ ഓരോന്നും ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് താഴത്തോട്ട് എഴുതി പോണത് കേട്ടോ. ഫോർ ഐ ഇൻ റേഞ്ച് 0, -10, -2, ദെൻ പ്രിൻ്റ് ഐ. സോ ഇതിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്, എൻഡിങ് വാല്യൂ -10 ആണ്. സോ ഇവിടെ സ്റ്റെപ്പ് കൗണ്ട് -2 ആണ്. സോ 0യിൽ നിന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് പോവാം. 0, -2, -2, -2, -4, ദെൻ -6, -8, -10 എക്സ്ക്ലൂഡഡ് ആയിരിക്കും. സോ സ്റ്റോപ്പ് ചെയ്യാം. സോ ഫോർ ഐ ഇൻ ദിസ് റേഞ്ച്, സോ ഐയുടെ വാല്യൂ എന്തൊക്കെയാണ് ഇതിനകത്ത് വരാം? ഐയുടെ വാല്യൂ 0 വരും. ഉള്ളിൽ കയറുമ്പോൾ 10 പ്രിൻ്റ് ആവും. ദെൻ -2 പ്രിൻ്റ് ആവും. -4, -6, -8 താഴത്തോട്ട് പ്രിൻ്റായി വരും. ഓക്കെ, വർക്കിംഗ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എക്സാമ്പിൾ എഴുതാം. അതിൻ്റെ ഔട്ട്പുട്ടും താഴത്തോട്ടേക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ് നിങ്ങൾ എഴുതുന്ന കോഡിൻ്റെ ഔട്ട്പുട്ട് എഴുതി വയ്ക്കാം എക്സാമ്പിളായിട്ട്.
സോ ക്വസ്റ്റ്യൻ അതിനകത്ത് ഇങ്ങനെയും വരാം, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്. സോ നമുക്ക് കോഡ് ശ്രദ്ധിക്കാം. ഫോർ ലൂപ്പാണ്. ഫോർ സി ഇൻ റേഞ്ച്, ഒരു റേഞ്ച് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയാം ഒബ്വിയസ്ലി ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റഡ് ആവും. ദെൻ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാം. സോ ആദ്യം റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. റേഞ്ച് ഫംഗ്ഷനിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ 25 ആണ്. ഓക്കെ, സോ 25. ദെൻ നെക്സ്റ്റ് എൻഡിങ് വാല്യൂ 15 ആണ്, സ്റ്റോപ്പ് വാല്യൂ. ദെൻ -2 ആണ്. അപ്പോൾ ഡിക്രിമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 25 നിന്ന് ഡിക്രിമെൻ്റ് ചെയ്യുക. 25 - 2 23, -2 21, -2 19, ദെൻ 17. നെക്സ്റ്റ് 15 ആണ്. 15 എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയതുകൊണ്ട്, സ്റ്റോപ്പ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, സോ ഫോർ സി ഇൻ ദിസ് റേഞ്ച്, സി ഇൻ ദിസ് ലിസ്റ്റ്, ഈ ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റ്സും എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് 25 പിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി സിയുടെ വാല്യൂ 25 ആണ്. ഓക്കെ, ദെൻ ഫോർ ലൂപ്പിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, രണ്ടും 1 by 1 എക്സിക്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ എന്തായിരിക്കും, 25 + 5 30. സോ നെക്സ്റ്റ് പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പ്രിൻ്റ് ചെയ്യണത് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ വിഷ്വലൈസ് ആയി വരും. ഓക്കെ, സോ സിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 30 ആണ്. ദെൻ എൻഡ് ഈക്വൽ ടു സ്പേസ്. സോ ഒരു സ്പേസ് ആണ് ഇവിടെ പ്രിൻ്റ് ആവുക. ഓക്കെ, സ്പേസ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു സ്പേസ് ആണ് അവിടെ പ്രിൻ്റ് ആവുക. ഓക്കെ, മീൻസ് അണ്ടർലൈൻ ചെയ്ത് കാണിക്കേണ്ട, സ്പേസ് ഇട്ടിട്ട് എഴുതി പോയാൽ മതി. നോർമലി പ്രിൻ്റ് സി എന്ന് പറയുമ്പോൾ താഴത്തോട്ട് ന്യൂ ലൈനാണ് എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് സി എൻഡ് വാല്യൂ ഒരു സ്പേസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, അപ്പോൾ സി 25 എന്നുള്ളത് പ്രോസസ്സ് ചെയ്തു. നെക്സ്റ്റ് സിയുടെ വാല്യൂ എന്തായിരിക്കും, 23 ആണ്. സോ ഫോർ ലൂപ്പിനകത്തുള്ള പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. 23 + 5 നമുക്ക് കിട്ടാം 28 ആണ്. ഓക്കെ, സിയുടെ വാല്യൂ 23 + 5 28 കിട്ടും. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുക. കറൻ്റ്ലി സിയുടെ വാല്യൂ എത്രയാണ്, 28. സോ 28 പ്രിൻ്റ് ചെയ്യും, എഗെയിൻ വിത്ത് ഒരു സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലിസ്റ്റിൽ അടുത്ത എലമെൻറ്റ് 21 ആണ്. സോ നെക്സ്റ്റ് സി ഈക്വൽ ടു സി + 5. അപ്പോൾ എന്തായിരിക്കും, 21 + 5 എന്ന് പറയുന്നത് 26 ആണ് ഉണ്ടാവുക. എഗെയിൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, സ്പേസ് കഴിഞ്ഞ് നമുക്ക് 26, എഗെയിൻ ഒരു സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 19 ആണ്. സോ സി ഫോർ ലൂപ്പിനകത്ത് 19 + 5. സോ നമുക്ക് കിട്ടുന്നുണ്ടാവുക 24. സോ 24 സ്പേസ് പ്രിൻ്റ് ആവും. നെക്സ്റ്റ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ സിയുടെ ഫോർ ലൂപ്പിനകത്ത് സി ഈക്വൽ ടു സി + 5, 17 + 5. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 22 ആണ്. സോ എഗെയിൻ അത് പ്രിൻ്റ് ചെയ്യുക, 22 സ്പേസ്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഒരു 30, 28, 26, 24, 22 ഇതെല്ലാം സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ. ആക്ച്വലി ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സപ്പോസ് ഇതിനകത്ത് ജസ്റ്റ് ഈ ഫോർ ലൂപ്പിനകത്തുള്ള പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി പ്രിൻ്റ് സി എന്ന് മാത്രമാണെങ്കിൽ നമ്മുടെ ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് 30, 28, 26, 24, 22 ആയിരിക്കും. ഓക്കെ, ഇവിടെ എൻഡിങ് ക്യാരക്ടർ അവർ സ്പേസ് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ലിസ്റ്റ് റിലേറ്റഡ് ആണ്. നമ്മൾ ഓപ്പറേഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ലെറ്റ് നാം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് എഗെയിൻ ഒരു നെസ്റ്റഡ് ലിസ്റ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 14 എന്നുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, ഒരു ലിസ്റ്റാണ് അടുത്ത എലമെൻറ്റ് 26, 52. നെക്സ്റ്റ് ഒരു സിംഗിൾ 2 എന്നുള്ള എലമെൻറ്റ്. ദെൻ എഗെയിൻ ഒരു ലിസ്റ്റാണ് 8, 3 എന്നുള്ളത്. ദെൻ 56. Write the expressions for the following operations in Python. First one എന്താണ്, replace the value of 56 with 92. So 56 നമുക്കറിയാം, ഇൻഡെക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. 0, 1, 2, 3, 4. സോ 56 എന്നുള്ളത് എന്താണ്, ഈ ഒരു ലിസ്റ്റിൻ്റെ നെയിം നം എന്നുള്ള വേരിയബിൾ ആണ്. സോ വി ഹാവ് ടു റീപ്ലേസ് ദ വാല്യൂ ഓഫ് 56 with 92. നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. നമുക്ക് സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് 4th ഇൻഡെക്സിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. 56ന് പകരം നമുക്ക് 92 കൊടുക്കാം. സോ ഇത് സിംപ്ലി റീപ്ലേസ്ഡ് ആയിക്കോളും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിൻ്റ് ദ വാല്യൂ 8 ആണ്. സോ 8 നമ്മൾ എങ്ങനെ പ്രിൻ്റ് ചെയ്യും നോക്കാം. അപ്പോൾ ഇതിനകത്ത് തേർഡ് എലമെൻ്റ് ആണ്, അതിനകത്ത് ഒരു ലിസ്റ്റായിട്ടാണ് എന്ത്
8 ആൻഡ് 3 എന്ന് പറയുന്നത് എഗെയിൻ തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. അതിനകത്ത് 8 മാത്രമാണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ നെസ്റ്റഡ് ലിസ്റ്റിൽ ഇൻഡെക്സിങ് വീണ്ടും നെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ എന്തായിരിക്കും, എഗെയിൻ നമ്മൾ ഇൻഡെക്സിങ് കൊടുക്കുകയാണെങ്കിൽ ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രിന്റ്. നമ്മൾ യൂഷ്വലി ഇവിടെ നെസ്റ്റഡ് ലിസ്റ്റിനകത്തുള്ള എലമെൻ്റ് ആണ് ആക്സസ് ചെയ്യുന്നത്. സോ നം ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വലി ഈ ഒരു എൻറ്റിയർ ലിസ്റ്റാണ് നിങ്ങൾക്ക് പ്രിൻ്റായി വരാം. നമുക്ക് ലിസ്റ്റാണോ വേണ്ടത്? ലിസ്റ്റിനകത്തുള്ള ഈ 8 മാത്രം മതി. സോ 8ന് കറസ്പോണ്ടിങ് എഗെയിൻ ഇൻഡെക്സിങ് ചെയ്യുക. ലിസ്റ്റ് ആയതുകൊണ്ട് വീണ്ടും ഇൻഡെക്സിങ് ചെയ്യുക. വാല്യൂ എന്താണ്? 0 ആണ്. സോ ഈ ഒരു കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റിമൂവ് ദ വാല്യൂ 52 ഫ്രം ദ ലിസ്റ്റ്. സോ 52 എഗെയിൻ 52 എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിനകത്ത്, ഈ ലിസ്റ്റിനകത്ത് എഗെയിൻ ഒരു നെസ്റ്റഡ് ലിസ്റ്റിനകത്തുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഇൻഡെക്സിങ് ചെയ്യുകയാണെങ്കിൽ ഇത് 0th ലൊക്കേഷൻ, ഇത് ഫസ്റ്റ് ലൊക്കേഷൻ. ഓക്കെ, സോ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഡെൽ നമ്മൾ പാസ് ചെയ്യുന്ന എലമെൻ്റ് എന്താണ്? പാസ് ചെയ്യുന്ന എലമെൻറ്റ് നം ഓഫ് ഏതാണ്? ഫസ്റ്റ് ഇൻഡെക്സിനകത്തുള്ള ആ ലിസ്റ്റിനകത്ത് എഗെയിൻ അനദർ 1. ഓക്കെ, താങ്ക് യു.